നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. മുദ്രാവാക്യം മാറ്റി വിളിച്ചിട്ടാണ് PV അൻവർ മത്സരിക്കുന്നത്. ഇന്നലെ വരെ പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ കാഹളം മുഴക്കിയിരുന്ന PV അൻവർ ഇന്ന് മത്സരരംഗത്തേക്ക് വരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യം മാറ്റി കോൺഗ്രസിനെതിരെ UDFിനെതിരെയാണ് PV അൻവറിന്റെ മത്സരം. അത് ആര് പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത്? സാക്ഷാൽ മമതാ ബാനർജി. മമതാ ബാനർജിയുടെ ബംഗാളിൽ കാളിഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പ്. അവിടെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരം. അവിടെ BJPക്കെതിരെ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി. പേരിന് ഇന്ത്യ സഖ്യമുണ്ടല്ലോ, കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഭായിയായി നിൽക്കുന്ന മുന്നണി. അവിടെ കോൺഗ്രസിനോട് മമത പറഞ്ഞു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട, നിങ്ങൾ തൃണമൂലിനെ പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇല്ല, ഞങ്ങളിവിടെ മത്സരിക്കും, നിങ്ങൾക്കും എതിരാണ് ഞങ്ങൾ. അവിടെ കൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി. മമത വിട്ടുകൊടുക്കുമോ? അപ്പോഴാണ് ഇവിടെ പത്തിമടക്കി PV അൻവർ UDFിന്റെ പെട്ടിയും തൂക്കി നടക്കുന്നത്. എന്നെ കൂടി എടുക്കൂ, എന്നെ കൂടി എടുക്കൂ, എന്നെ കൂടി വാതിൽ തുറന്ന് അകത്ത് കയറ്റൂ എന്ന് പറഞ്ഞ് നടക്കുന്നത് മമത അറിഞ്ഞത്. എന്നിട്ട് വിലാപവും, എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സുഹൃത്തുക്കളെ ഇതെല്ലാം ജപ്തി ചെയ്യാൻ പോകുന്നു, എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണമില്ല, ഓട്ടോ തൊഴിലാളികളും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ഒക്കെ എനിക്ക് പൈസ തരാമെന്ന് പറയുന്നു, പക്ഷേ ഞാൻ എങ്ങനെ മത്സരിക്കും എന്ന വിലാപം ദീദി കേൾക്കുന്നു. ദീദി പറഞ്ഞു, മിസ്റ്റർ അൻവർ, ഡോൺ വറി, നിങ്ങൾക്ക് കേന്ദ്രം പൈസ നൽകും. കേന്ദ്രം എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ നിന്ന് പൈസ നൽകും. പിന്നെ രാജ്യസഭയിലെ നേതാവ് ഒബ്രോയ് നിങ്ങൾക്ക് വേണ്ടി ഇലക്ഷന് ചുക്കാൻ പിടിക്കാൻ കൊൽക്കത്തയിൽ നിന്ന് വിമാനം പറന്നിറങ്ങി നിലമ്പൂരിലെത്തും. പിന്നെ ഒരു പറ്റം ബംഗാളി നേതാക്കൾ ഇവിടെ വരും. പിന്നെ തൃണമൂലിന്റെ സംസ്ഥാന നേതാക്കളും അതുപോലെ ഭാഷ അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യാവുന്ന നേതാക്കൾ നിങ്ങളെ സഹായിക്കാനെത്തും. നിങ്ങൾ അവിടെ മലയാളം അറിയാവുന്ന നേതാക്കളെ കരുതി എടുക്കുക, നിങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുക. നിങ്ങൾക്ക് ഓട്ടോറിക്ഷ സ്വതന്ത്ര ചിഹ്നമൊന്നുമല്ല, തൃണമൂൽ ചിഹ്നം. നിങ്ങൾ ആദ്യം പോയി നിയമസഭയിൽ നിന്ന് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് വാങ്ങൂ. അത് വേറൊന്നുമല്ല, ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് വേണം. ഒരിക്കൽ MLA ആയിരുന്നു, അദ്ദേഹം രാജിവെച്ചു. ആ ഒഴിവിലേക്കാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ അതേ MLA തന്നെ മത്സരിക്കണമെങ്കിൽ നിയമസഭയിൽ നിന്നും ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ നേരത്തെ തന്നെ വാങ്ങി വച്ചിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ നമ്മൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് അൻവർ മത്സരിച്ചേക്കുമെന്ന്. ഇവ ചേക്കുമല്ല, മത്സരിക്കുമെന്ന് ഉറപ്പായി. ഏത് ചിഹ്നത്തിൽ? തൃണമൂൽ കോൺഗ്രസിന്റെ ആ ചെടിയുടെ ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് ഉറപ്പായി. പക്ഷേ മുദ്രാവാക്യം മാറി, ടാഗ് ലൈൻ മാറി. പിണറായിസത്തിനെതിരെയല്ല മത്സരം, UDFിനെതിരെ, കോൺഗ്രസിനെതിരെയാണ് മത്സരം. എന്തുകൊണ്ടാണ്? അവിടെ കാളിഗഞ്ചിൽ കോൺഗ്രസ് കൊണ്ട് മമതയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പൊ മമത ഇവിടെ അൻവറിനെ വെച്ച് കോൺഗ്രസിന് ഒരു ചെക്ക്. എന്നിട്ട് അൻവറിനോട് പറഞ്ഞു, ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ജയിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്കൊരു 10-15,000 വോട്ടെങ്കിലും കിട്ടുമോ? കുറച്ചോട്ട്, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപറ്റം ജനങ്ങൾ അവിടെ ഇല്ലേ? കുറച്ച് തൊഴിലാളികൾ, കുറച്ച് സാധാരണക്കാർ, കുറച്ച് ന്യൂനപക്ഷ വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, നിങ്ങൾക്കറിയാവുന്ന വനം വന്യജീവി പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളുടെ വോട്ട്, നിങ്ങൾ ജനകീയമായി നേരിട്ട വിഷയങ്ങളിൽ നിങ്ങൾ സഹായിച്ച ആളുകളുടെ വോട്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപറ്റം ജനം നിലമ്പൂരിലുണ്ടല്ലോ. ആ ജനങ്ങളുടെ വോട്ട്, നിങ്ങൾ 9 വർഷം അവിടെ MLA ആയിരുന്ന നിങ്ങൾ സേവിച്ച കുറച്ച് ആളുകളുണ്ടാകും, നിങ്ങൾ സ്നേഹിച്ച ചില ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ചില ആളുകൾ, അവരുടെ വോട്ടുണ്ടാകുമല്ലോ. ആ വോട്ട് മതി, ജയിക്കണമെന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ വിജയത്തെ പ്രതിരോധിക്കണം. അതാണ് മമത പറയുന്നത്. കോൺഗ്രസിന്റെ വിജയത്തെ പ്രതിരോധിക്കണം, അതിന് നിങ്ങൾ സ്ഥാനാർത്ഥിയാകണം. പിന്നെ PV അൻവറിന് നിൽക്കാതിരിക്കാൻ പറ്റുമോ? PV അൻവർ പറഞ്ഞു, ഓക്കെ മാം, ഞാൻ നിൽക്കും. മമത ദീദി, ഞാൻ മത്സരിക്കാം. അങ്ങനെ തിങ്കളാഴ്ച PV അൻവർ പത്രിക കൊടുക്കും. VD സതീശൻ ഡിം വീണ് കിടക്കുന്നു. അതായത് VD സതീശൻ കെട്ടി ഉയർത്തിയ സ്വപ്ന ഗോപുരം തകർന്ന് തരിപ്പണമായി പോയി. VD സതീശൻ ഇന്നലെ പറഞ്ഞ എന്താണ്? അൻവർ പോകുന്നെങ്കിൽ പോകട്ടെ, അൻവർ പോകുന്നെങ്കിൽ പോകട്ടെ, അൻവർ പോയാൽ ഞങ്ങൾക്ക് യാതൊന്നുമില്ല, അൻവറിനെ ഞങ്ങൾ അസോസിയേറ്റ് മെമ്പർ ആക്കാം, ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അസോസിയേറ്റ് മെമ്പർ ആക്കാം, ഞങ്ങൾക്ക് ഇപ്പോ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഹൈക്കമാൻഡ് പറയണം. നേരത്തെ പറഞ്ഞ ഹൈക്കമാൻഡ് അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ തള്ളായിരുന്നു. വാതിൽ തുറന്നിട്ടുമില്ല, അടച്ചിട്ടുമില്ല, തുറക്കാൻ പാകത്തിൽ അടച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ കുറെ പ്രയോഗങ്ങളാണ്. തുറക്കാൻ പാകത്തിൽ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, കള്ളന് കയറാൻ പാകത്തിൽ ചാരിയിട്ടേ ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രയോഗങ്ങൾ. അങ്ങനെ അൻവറിനെ കയറ്റാൻ പാകത്തിൽ അടച്ചിട്ട വാതിൽ അങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും, അൻവർ പുറത്തു തന്നെ നിൽക്കും എന്നൊക്കെ ഭംഗി കലർത്തി വാതിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അൻവർ മത്സരിക്കുമെന്ന് പറയുന്നത്. എങ്ങനെ? അൻവർ സ്വതന്ത്രനായിട്ടല്ല, ഓട്ടോറിക്ഷ ചിഹ്നത്തിലല്ല, തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തീർന്നു. UDFിന് വലിയ വെല്ലുവിളിയാണത്.
UDF വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല CPM-നോട് മമതയ്ക്ക് അത്ര വലിയ ശത്രുതയൊന്നുമില്ല. പശ്ചിമ ബംഗാളിൽ ആദ്യമൊക്കെ ശത്രുത ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ശത്രുതയൊക്കെ മാറി. ഇപ്പോൾ BJP ആണ് മമതയുടെ പ്രധാന ശത്രു. കേരളത്തിൽ BJP-യോട് മല്ലിടേണ്ട ആവശ്യമില്ല. കാരണം BJP ഇവിടെ ഒരു വലിയ ഘടകമല്ല, പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഒട്ടുമേ ഘടകമല്ല. അതായത് 8500 വോട്ടുകളാണ് BJP-ക്ക് ലഭിച്ചത്. ഇവിടെ ഇപ്പോൾ തന്നെ മോഹൻ ജോർജ് എന്ന് പറയുന്ന തീരെ ബലം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്, മർത്തോമ സഭക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP നിർത്തുന്നത്. അതും അവർ പറയുന്നത് നിർത്താൻ വേണ്ടി നിർത്തുന്നു. ഒരു ആൾ നിർത്തണം, അതിനുവേണ്ടി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്, അല്ലെങ്കിൽ അവർ നിർത്തില്ല. പിന്നെ വോട്ട് കച്ചവടമൊക്കെ ധാരണയാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് BJP മമതയ്ക്ക് ഒരു എതിരാളിയല്ല. അതുകൊണ്ടാണ് PV അൻവറിനെ സ്ഥാനാർത്ഥി ആക്കുന്നത്. PV അൻവറിനെ സ്ഥാനാർത്ഥി ആക്കിയതോടുകൂടി UDF-ന് വളരെ വലിയ വെല്ലുവിളിയായി. ഇന്നലെ വരെ സ്ഥാനാർത്ഥി ആകില്ല എന്ന് പറഞ്ഞിരുന്ന PV അൻവർ കഴിഞ്ഞ അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ശരി ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് പോയി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തീരുമാനം മാറ്റുന്നു. തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കും. അതിന്റെ പത്രികയൊക്കെ പൂരിപ്പിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കും. തൃണമൂൽ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ അൻവറാണ് പ്രഖ്യാപിച്ചത്. പിന്നെ അൻവറിന്റെ പിന്നിൽ മമതാ ബാനർജിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇനി അൻവർ ചാടിക്കളിക്കില്ല, അല്ലെങ്കിൽ മാറിപ്പോകില്ല എന്ന് ഒരു പരിധി വരെ ഉറപ്പിക്കാം. പിന്നെയും അൻവർ പറയുന്നുണ്ട് 2026-ൽ 5 സീറ്റുകൾ ചോദിച്ചു. അതായത് പരമ്പരാഗതമായി UDF തോറ്റുകൊണ്ടിരിക്കുന്ന 5 സീറ്റുകൾ. ബേപ്പൂർ സീറ്റ് ചോദിച്ചു. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാനുള്ള സീറ്റ് ചോദിച്ചു. അങ്ങനെ പല പ്രധാനപ്പെട്ട സീറ്റുകളും അപ്രധാനപ്പെട്ട സീറ്റുകളും ഒക്കെ തൃണമൂൽ കോൺഗ്രസ് വിലപേശി വച്ചിരുന്നു. അതെല്ലാം കൊടുക്കാമെന്ന വാഗ്ദാനവും VD സതീശൻ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ നൽകില്ല എന്നാണ് അറിയുന്നത്. പിന്നെ VD സതീശനാണ് ആള്. VD സതീശൻ അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തിയിട്ട് പിന്നെ തന്നില്ലെങ്കിലോ എന്നൊരു പേടിയും PV അൻവറിനുണ്ട്. അതുകൊണ്ടാണ് VD സതീശനുള്ള മുന്നണിയിലേക്ക് ഇനി ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2026-ലെ തെരഞ്ഞെടുപ്പിൽ തന്റെ ഉപാധികൾ അംഗീകരിക്കുമെന്ന് കൃത്യമായി എഴുതി തരണം. എഗ്രിമെന്റ് വേണം. അങ്ങനെ വേണം എങ്കിൽ താൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാം. താൻ UDF-നൊപ്പം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ജയിക്കുന്നത് നമുക്കൊന്ന് നോക്കാമെന്ന അൻവറിന്റെ തുറന്ന വെല്ലുവിളിയും UDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് തീരെ ചെറിയ കാര്യമല്ല. അൻവർ മമതാ ബാനർജിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പിണറായിസവും മരിമോനിസവും ഒന്നുമല്ല പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. തികച്ചും യാദർച്ഛികമായല്ല, കൃത്യമായി തന്നെ എതിരാളി കോൺഗ്രസ് ആവുകയാണ്, UDF ആവുകയാണ്. അൻവർ അപ്പോൾ കൃത്യമായും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി മാറ്റും. അദ്ദേഹം അപ്പോൾ എന്ത് പറയും? UDF തന്നെ വഞ്ചിച്ചു, തനിക്ക് വാഗ്ദാനം ചെയ്ത സീറ്റുകൾ തരില്ല എന്ന് പറഞ്ഞു. താൻ കാലു പിടിച്ചപ്പോൾ തന്റെ മുഖത്ത് ചവിട്ടി. നിലമ്പൂരുകാരെ, പ്രിയപ്പെട്ട നിലമ്പൂരുകാരെ, ഞാൻ രാജിവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവർക്ക് വേണ്ടിയാണ്. ഇവരൊക്കെ പറഞ്ഞു എനിക്ക് സുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ തന്നു, എന്നിട്ടാണ് ഞാൻ രാജിവെച്ചത്. രാജിവെച്ച് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും ഇവരെന്നെ കാലുവാരി, എന്നെ അടച്ചാക്ഷേപിച്ചു, എന്നെ കരയിച്ചു, എന്നെ നാണം കെടുത്തി. എന്നിട്ട് അവരെന്നെ ഒന്നുമല്ലാതെ ആക്കി. അതുകൊണ്ടാണ് എനിക്ക് അവർക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ സഹതാപമെങ്കിലും എനിക്ക് തരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 9 വർഷം പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്, നിങ്ങളുടെ ഒപ്പം നിന്ന ആളാണ് എന്ന് പറഞ്ഞ് അൻവർ ക്യാമ്പയിൻ തുടങ്ങും. പിണറായിസത്തിനെതിരെയാണ് ഞാൻ മുദ്രാവാക്യം മുഴക്കിയതെങ്കിലും പിണറായിസത്തെക്കാൾ തീരെ മോശം ഇസമാണ് സതീശനിസം എന്ന് അൻവർ ക്യാമ്പയിൻ തുടങ്ങും. അവിടെയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും വലിയ ക്രൂഷ്യൽ മൊമെന്റ് ആകുന്നത് UDF-ന്. ഞാൻ പറഞ്ഞു വരുന്നത് അൻവർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി ചതുഷ്കോണ മത്സരം, ത്രികോണ മത്സരവുമല്ല, 4 തരത്തിലുള്ള മത്സരമാണ്. 4 മുഖങ്ങൾ നിലമ്പൂരിൽ തെളിയുകയാണ്. ഒന്ന് UDF, LDF, അതുപോലെ NDA, അതായത് BJP സഖ്യം, NDA സഖ്യം, പിന്നെ തൃണമൂൽ. അങ്ങനെ 4 പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ, പാർട്ടികൾ അവിടെ മത്സര രംഗത്ത് വരുന്നു. BJP അപ്രസക്തമാണെന്ന് നമ്മൾ പറയുമെങ്കിലും മുന്നണി വെച്ച് നോക്കുമ്പോൾ NDAയും മത്സര രംഗത്തുണ്ട് എന്നത് നിലമ്പൂരിനെ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു മഹായുദ്ധമാക്കി മാറ്റുന്നുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ ടാഗ് ലൈൻ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.